MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാഗോ ഡ്രിങ്ക് ആണ്. ഇതിനായി പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. കാൽ കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കട്ടകളൊക്കെ അലിയുന്ന രീതിയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 കപ്പ് പാലൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അധികം കുറുകി വരേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നന്നായിട്ട് ചൂടാറി വരണം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇനി കുറച്ച് ചവ്വരി വേവിച്ചെടുക്കണം. ഈ പാനിൽ 2 കപ്പോളം വെള്ളമൊഴിച്ച് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വേവണം. 15 മിനിറ്റ് ഒക്കെ എടുക്കും ചവ്വരി വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത് വെന്ത് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. കുറച്ച് പച്ചവെള്ളം കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പാൽ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചവ്വരി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1.5 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. കുറച്ച് മാതളവും പിന്നെ മുന്തിരി, സ്ട്രോബെറി, ആപ്പിൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയതും ചേർക്കാം. കുറച്ച് ബദാമും കാഷ്യൂനട്ട്സും ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ സാഗോ ഡ്രിങ്ക് റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സുകളായിരിക്കണം ചേർക്കേണ്ടത്. അതുപോലെ പൈനാപ്പിളും പപ്പായയും ഒന്നും ഇതിലേക്ക് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നട്ട്സും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.